യുവനടി നൽകിയ ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന് ജാമ്യം. ഷബ്ന ചേരുന്ന വിവരങ്ങളുമായി. ഷബ്ന, ജാമ്യം നൽകിക്കൊണ്ട് കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷാമിലി, യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് രഞ്ജിത്തിന് നേരത്തെ തന്നെ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇലക്ഷന് വോട്ട് ചെയ്യാൻ ജാമ്യം നൽകണം എന്നതടക്കമുള്ള ആവശ്യം രഞ്ജിത്ത് ഉന്നയിച്ചിരുന്നു. എന്നാൽ കോടതി അന്നൊന്നും അത് അനുവദിച്ചിരുന്നില്ല. പോലീസ് അതോടൊപ്പം തന്നെ കസ്റ്റഡി ചോദിക്കുകയും ചെയ്തിരുന്നു. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം എന്ന പോലീസിന്റെ ആവശ്യം ആദ്യഘട്ടത്തിൽ കോടതി അനുവദിച്ചു. കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. കസ്റ്റഡി കാലാവധി തീർന്നതിനെ തുടർന്ന് വീണ്ടും രഞ്ജിത്തിനെ ഹാജരാക്കിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഈ ജാമ്യം അനുവദിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് രഞ്ജിത്ത് നേരത്തെ തന്നെ കോടതിയിൽ പറഞ്ഞിരുന്നത് ഇതൊരു കള്ളക്കേസാണ്, തന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി സൃഷ്ടിച്ച കേസാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഏതായാലും കർശന ഉപാധികളോട് തന്നെയാണ് രഞ്ജിത്തിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. രഞ്ജിത്തിന്റെ ആരോപണങ്ങളെല്ലാം വിചാരണയുടെ ഘട്ടങ്ങളിൽ പരിശോധിക്കാം. ഏതായാലും കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. തെളിവെടുപ്പ് പൂർത്തിയാക്കി. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും കസ്റ്റഡിയിൽ തുടരേണ്ട സാഹചര്യം ഇല്ല എന്ന് വിലയിരുത്തിയാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഉപാധികൾ വെച്ചിട്ടുണ്ട്. ഈ ആൾജാമ്യം ബോണ്ട് അടക്കമുള്ള ഉപാധികളോടെയാണ് ഇപ്പോൾ രഞ്ജിത്തിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഷബ്ന, നേരത്തെ തന്നെ അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലാണ്. ജാമ്യം നൽകരുത്, തെളിവുകൾ നശിപ്പിക്കാൻ ഇത് ഇടയാക്കും എന്നൊക്കെ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. ഇതൊന്നും കോടതി നിലവിൽ പരിഗണിച്ചിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അത്തരത്തിൽ പറയാൻ സാധിക്കില്ല. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കസ്റ്റഡിയിൽ ആവശ്യത്തിന് തെളിവെടുപ്പിനുള്ള സമയം പോലീസിന് അനുവദിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവെടുപ്പ്, ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ, മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. തന്നെയുമല്ല, രഞ്ജിത്തിന്റെ വാദം തന്നെ ഈ കോടതികൾ മുന്നോട്ട് വെക്കുന്ന ജാമ്യ വ്യവസ്ഥ അത് അംഗീകരിക്കാം. അതോടൊപ്പം തന്നെ അന്വേഷണവുമായി സഹകരിക്കാം. ജാമ്യ വ്യവസ്ഥയിൽ ഏതെങ്കിലും തരത്തിലുള്ള ലംഘനമുണ്ടായാൽ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കാം തുടങ്ങിയ ഉപാധികൾ കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ തെളിവെടുപ്പോ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ട സാഹചര്യമില്ലാത്തതിനാൽ ജാമ്യം അനുവദിക്കുന്നു എന്നതാണ് കോടതിയുടെ നിലപാട്. ഷബ്ന, ഇത് മുൻപും സമാനമായ കേസുകളിൽ രഞ്ജിത്ത് ഇതുപോലെ പ്രതിയായിട്ടുണ്ട്. അന്നൊക്കെ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായിരുന്നു. നിലവിൽ പക്ഷേ ഈ പ്രത്യേകിച്ച് കാലതാമസമൊന്നും ഇല്ലാതെയാണ് നിലവിൽ ഈ യുവനടി പരാതി നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവെടുപ്പുണ്ടായിരുന്നു. ഡിജിറ്റൽ തെളിവുകളൊക്കെ ശേഖരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയും ഉണ്ടായിട്ടും പ്രോസിക്യൂഷന് ഇതൊന്നും കോടതിയിൽ സമർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? ഷാമിലി, ഒരു കേസിനെ സംബന്ധിച്ച് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലൊരു കസ്റ്റഡി, പോലീസിന് ആവശ്യമായ കസ്റ്റഡി പോലീസ് ആവശ്യപ്പെട്ടു. ഒരു പ്രതിയെ ചോദ്യം ചെയ്തു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കണമെന്ന് പറഞ്ഞു. അതിനുള്ള സാവകാശം കോടതി അനുവദിച്ചിട്ടുണ്ട്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിചാരണയും അടുത്ത അന്വേഷണവും എല്ലാം പോലീസിന്റെ ഭാഗത്താണ്. വിചാരണയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ശിക്ഷ വിധിക്കുകയോ ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കും. പക്ഷെ ഇപ്പോൾ പ്രാഥമികമായി ഈ കർശനമായ ഉപാധി വെച്ചിരിക്കുന്നു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായി. കസ്റ്റഡി കാലാവധി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ കർശനമായ ഉപാധികളോടെ രഞ്ജിത്തിന് ജാമ്യം അനുവദിക്കുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ആരോഗ്യ പ്രശ്നങ്ങളാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് രഞ്ജിത്ത് ഇത്തരത്തിൽ അപേക്ഷ നൽകിയിട്ടുള്ളത്. ചികിത്സയ്ക്ക് ആവശ്യമുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് ജാമ്യം നൽകണം എന്നൊരാവശ്യമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ആദ്യഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചെങ്കിലും കോടതി റിമാൻഡ് ചെയ്യുകയും ജയിലിലേക്ക് അയക്കുകയും അതോടൊപ്പം പിന്നീട് പിറ്റത്തെ ദിവസം ഈ കസ്റ്റഡിയിൽ വിടുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ജാമ്യം നൽകിയിട്ടുള്ളത്. ഏതായാലും ഈ ജാമ്യ വ്യവസ്ഥകൾ കർശനമാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കാം എന്ന ഉറപ്പിലാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ശരി, ഈ രഞ്ജിത്തിന്റെ വാദങ്ങൾ എന്തൊക്കെയായിരുന്നു? നേരത്തെ തന്നെ ഈ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, ഇത് കെട്ടിച്ചമച്ച കേസ് എന്നൊക്കെ രഞ്ജിത്ത് നേരത്തെ തന്നെ മാധ്യമങ്ങളോടായാലും അല്ലാതെ തന്നെ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. എന്തൊക്കെയായിരുന്നു ഈ പ്രധാന വാദങ്ങൾ? ഷാമിലി, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന് കെട്ടിച്ചമച്ച കേസാണ്, തന്നെ ബോധപൂർവം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ പരാതി ഉന്നയിച്ചിട്ടുള്ളത് ഈ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഈ പരാതിക്കാരിക്ക് സിനിമയുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ നൽകാത്തതിന്റെ ചില പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഈ രീതിയിൽ തന്നെ കൊടുക്കാൻ വേണ്ടി ഈ പരാതി നൽകിയിട്ടുള്ളതാണ്. ഇതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ രഞ്ജിത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചു. തീർത്തും കെട്ടിച്ചമച്ച കേസ് തന്നെയാണ്. താൻ നിരപരാധിയാണ് എന്ന വാദം തന്നെയായിരുന്നു. സാധാരണ കേസുകളിൽ പ്രതികൾ ഉന്നയിക്കുന്ന വാദങ്ങൾ ഇത്തരത്തിൽ അതുപോലെ തന്നെയുള്ള വാദങ്ങൾ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും എടുത്തു പറഞ്ഞത് ആരോഗ്യ പ്രശ്നങ്ങൾ ആയിരുന്നു. ശരി, ഷബ്നയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് റഹീം കൂടിയുണ്ട്. റഹീം, നിലവിൽ രഞ്ജിത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു.
ഈ യുവനവടിയുടെ പരാതിയായിരുന്നു ഈ കേസിനൊക്കെ അടിസ്ഥാനമായിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായി ഈ മാസം ഒന്നു മുതൽ തന്നെയാണെന്ന് തോന്നുന്നു ജുഡീഷ്യൽ കസ്റ്റഡിയിലൊക്കെ ആയിരുന്നു അദ്ദേഹം. എന്തൊക്കെയായിരുന്നു ഈ കേസിന്റെ നാൾവഴികൾ ഒന്ന് വിശദീകരിക്കാമോ? ശ്യാമിലി, നിലവിൽ രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ ഒരു വിധിയാണ് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. നേരത്തെയും ജാമ്യാപേക്ഷയുമായി കോടതിയെ രഞ്ജിത്ത് സമീപിച്ചിരുന്നെങ്കിലും അന്ന് കോടതി രഞ്ജിത്തിന്റെ ആവശ്യം തള്ളുകയായിരുന്നു. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, തനിക്കെതിരെയുള്ള കെട്ടിച്ചമച്ച കേസാണിത് എന്നതായിരുന്നു പ്രധാനമായും രഞ്ജിത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. രഞ്ജിത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നിലവിൽ രഞ്ജിത്തിന് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഏപ്രിൽ 1-നാണ് ഇത്തരത്തിൽ ഇങ്ങനൊരു രഞ്ജിത്തിനെതിരായ ഒരു കേസ് വരുന്നത്. അതായത് സിനിമയിൽ അവസരം ചോദിച്ചെത്തിയ നടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു പ്രധാനമായും രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യുവതിയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയ അന്വേഷണ സംഘം രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തത്. വളരെ നാടകീയമായിട്ടായിരുന്നു. പിന്നീട് തൊടുപുഴയിൽ നിന്ന് അദ്ദേഹത്തെ കൊച്ചിയിലേക്ക് എത്തിക്കുന്നു. കൊച്ചിയിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കുന്നു. കോടതിയിൽ ഹാജരാക്കിയ രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്യുന്നു. പിന്നീട് രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് 3 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട അന്വേഷണ സംഘം ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന കാരവനിലും അതോടൊപ്പം തന്നെ കൊച്ചി ആസ്പിൻ വാളിൽ അടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു.